ഹലോ, ഇന്ന് നമ്മൾ സ്മൂത്തൻ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന മുടിയാണ് നമ്മൾ സ്മൂത്തൻ ചെയ്യുന്നത്. സ്മൂത്തനിങ് വീഡിയോ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ വിശദമായ പ്രോസസ്സൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ കാണിച്ചു തരുന്നത്. ആദ്യമായിട്ട് ഈ മുടി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ മുടിയിൽ ടവൽ ഡ്രൈയും ബ്ലോ ഡ്രൈയും ചെയ്തതിന് ശേഷം സെക്ഷൻ തിരിച്ച് മുടിയിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ കഴുത്തിന് മുകളിലായിട്ട് കുറച്ച് മുടി ചെയ്യാതെ വിടുന്നുണ്ട്. ബാക്കി മുടിയാണ് ഇപ്പോൾ ഫുൾ സ്മൂത്തൻ ചെയ്യുന്നത്. നമ്മൾ ഇയർ ടു ഇയർ പോർഷനും ഇതിലും കുറച്ചുകൂടെ കൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു തലയുടെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ സ്മൂത്തൻ ചെയ്യുന്നുണ്ട്. ബാക്കി കുറച്ച് മുടിയാണ് ചെയ്യാതെ വിടുന്നത്. ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്തെടുത്ത മുടിയിൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ഓരോ ചെറിയ സെക്ഷൻസായിട്ട് തിരിച്ചിട്ട് വേണം നമ്മൾ മുടിയിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. പണ്ട് ഈ മുടിയിലൊന്ന് സ്മൂത്തൻ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയി. പിന്നെ കേളി ഹെയർ ആയതുകൊണ്ട് വരുന്ന മുടിയെല്ലാം മുകളിലേക്ക് ഇങ്ങനെ ചുരുണ്ടിരിക്കും. അപ്പോൾ ലെങ്ത് തോന്നില്ല. സ്മൂത്തൻ ചെയ്ത് കഴിയുമ്പോൾ ഈ മുടിക്ക് കുറച്ചുകൂടി ലെങ്ത് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ സ്മൂത്തനിങ് ക്രീം ഇടുമ്പോൾ തലയോട്ടിൽ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് വേണം ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ട അത്രയും മുടിയിലും ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അത് വാഷ് ചെയ്തിട്ട് അതിൽ ആദ്യം ടവൽ ഡ്രൈ കൊടുക്കുന്നു, പിന്നെ ബ്ലോ ഡ്രൈ കൊടുത്തിട്ട് അയൺ ചെയ്തെടുക്കുന്നു. കണ്ടോ, ബ്ലോ ഡ്രൈ ചെയ്തപ്പോൾ തന്നെ മുടിയുടെ തിക്നെസ്സിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. മുടി കുറച്ചുകൂടെ ഉള്ളതായിട്ട് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ അയണിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്രീം അപ്ലൈ ചെയ്യാം. ഈ ക്രീമും വാഷ് ചെയ്ത് മുടി ബ്ലോ ഡ്രൈ ചെയ്തെടുക്കുന്നതോടുകൂടി നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നതാണ്. അങ്ങനെ നമ്മൾ മുടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കി ഓളൂടെ കൊടുക്കുക. എങ്കിലേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.